ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഏറെ അനുഗ്രഹിക്കപ്പെട്ട ഈ പ്രഭാതത്തിനായി നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഇന്നത്തെ വായനഭാഗം സദൃശവാക്യങ്ങൾ 19 മുതൽ 21 വരെയുള്ള അധ്യായങ്ങളാണ്. ഇന്നത്തെ ചിന്തയ്ക്കായി സദൃശവാക്യങ്ങൾ 19 അധ്യായം 21 വാക്യം. മനുഷ്യൻ്റെ ഹൃദയത്തിൽ പല വിചാരങ്ങളും ഉണ്ട്, യഹോവയുടെ ആലോചനയോ നിവൃത്തിയാകും. സദൃശവാക്യങ്ങൾ മനുഷ്യജീവിതത്തിൻ്റെ സമസ്ത മേഖലകളെയും സ്പർശിക്കുന്നതാണ്. കുടുംബത്തെക്കുറിച്ചും നാം പറയുന്ന വാക്കുകളെക്കുറിച്ചും ദാരിദ്ര്യം, സമ്പത്ത്, ദൈവഭയം, മനുഷ്യൻ്റെ പദ്ധതികൾ എന്നീ കാര്യങ്ങളെക്കുറിച്ചുമുള്ള കൂടുതൽ അറിവും ഈ അധ്യായങ്ങളിൽ നിന്നും നമുക്ക് ലഭിക്കുന്നു. ദൈവത്തെ ഭയപ്പെടുന്ന തരത്തിൽ ജീവിതം നയിക്കുവാനും ദൈവത്തിന് കീഴടങ്ങിയുള്ള പദ്ധതികൾ രൂപപ്പെടുത്തണമെന്നും ജ്ഞാനത്തോടെ സംസാരിക്കുകയും എല്ലാ വിജയത്തിൻ്റെയും മഹത്വം ദൈവത്തിന് സമർപ്പിക്കണമെന്നും ഇന്നത്തെ വായനാഭാഗം നമ്മോട് പറയുന്നു. അത് എപ്രകാരം നമ്മുടെ ജീവിതത്തിൽ സാധ്യമാക്കാം എന്ന് നമുക്ക് നോക്കാം. ഒന്നാമതായിട്ട്, ദൈവഭയം ജീവിതത്തിന് സുരക്ഷ നൽകുന്നു. സദൃശവാക്യങ്ങൾ 19 അധ്യായത്തിൻ്റെ 23 വാക്യത്തിൽ ഇപ്രകാരം കാണുന്നു: യഹോവ ഭക്തി ജീവഹേതുകമാകുന്നു, അതുള്ളവൻ തൃപ്തനായി വസിക്കും, അനർത്ഥം അവന് നേരിടുകയില്ല എന്ന്. എന്താണ് ദൈവഭയം? ദൈവഭയം എന്നത് ദൈവത്തെ പേടിച്ച് അകന്നു നിൽക്കുക എന്നതല്ല, മറിച്ച് ദൈവത്തിൻ്റെ വിശുദ്ധിയെ തിരിച്ചറിഞ്ഞ് അവനെ സ്നേഹിക്കുകയും ആദരിക്കുകയും അനുസരിക്കുകയും ചെയ്യുന്ന അനുഭവമാണ്. ദൈവഭയമുള്ളവരുടെ ലക്ഷണങ്ങൾ എന്താണ്? ദൈവവചനത്തെ അനുസരിക്കുന്ന ജീവിതം നയിക്കുക, പാപത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറുകയും പാപത്തെ വെറുക്കുകയും ചെയ്യുക. തങ്ങളുടെ തീരുമാനങ്ങളിൽ അവർ ദൈവഹിതം അന്വേഷിക്കും. കൂടാതെ താഴ്മയോടും വിശ്വസ്തയോടും കൂടെ അങ്ങനെയുള്ളവർ ജീവിക്കുകയും ചെയ്യും. ദൈവഭയം നമ്മുടെ ജീവിതത്തെ പരിമിതപ്പെടുത്തുന്നതായ ഒന്നല്ല, പിന്നെയോ അത് നമ്മുടെ ജീവിതത്തിൻ്റെ അനുഗ്രഹത്തിനും സുരക്ഷയ്ക്കും കാരണമാകുകയും നമ്മെ ജ്ഞാനപൂർണരാക്കുകയും ചെയ്യും. അതിനാൽ നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിന് പ്രസാദമുള്ള തീരുമാനങ്ങൾ സ്വീകരിക്കുക. നമ്മുടെ പരസ്യവും രഹസ്യവുമായ ജീവിതത്തിൽ വിശുദ്ധി പാലിക്കുക. രണ്ടാമതായിട്ട്, ദൈവഭയം നമ്മുടെ പദ്ധതികൾ നിറവേറ്റിത്തരുന്നു. 19 അധ്യായത്തിൻ്റെ 21 വാക്യത്തിൽ അതിനെക്കുറിച്ച് പറയുന്നു. കുറിവാക്യത്തിൽ കേട്ടതുപോലെ മുന്നോട്ടുള്ള നമ്മുടെ ജീവിതത്തിന് പ്ലാനും പദ്ധതികളും ഒക്കെ നമുക്ക് ആവശ്യമാണ്. എന്നാൽ ദൈവഹിതത്തിന് കീഴടങ്ങിക്കൊണ്ടുള്ള പദ്ധതികളാണ് ഏറെ അനുഗ്രഹിക്കപ്പെടുന്നത്. ചിലപ്പോൾ നമ്മുടെ അനുഗ്രഹങ്ങൾ അല്ലെങ്കിൽ ആഗ്രഹങ്ങൾ നടക്കാതെ വരുമ്പോൾ നമുക്ക് നിരാശ തോന്നിയേക്കാം. എന്നാൽ നമ്മുടെ നന്മയ്ക്കും ദൈവനാമ മഹത്വത്തിനുമായി അല്പം താമസിക്കേണ്ടി വന്നാലും ദൈവം നമുക്ക് ഏറ്റവും നല്ലത് തന്നെ നൽകും. അതിനാൽ നാം ഓർക്കേണ്ടത്, ഞാൻ ആഗ്രഹിക്കുന്നത് അഥവാ എൻ്റെ ഇഷ്ടം എന്നതിനേക്കാൾ ദൈവം ആഗ്രഹിക്കുന്നത് എൻ്റെ ജീവിതത്തിൽ നടക്കട്ടെ എന്നതായിരിക്കണം. ആ ഒരു മനോഭാവത്തിൽ നമുക്ക് ജീവിക്കുവാനായിട്ട് ഒരുങ്ങാം. ജീവിതത്തിൽ പരാജയങ്ങൾ സംഭവിച്ചാലും ദൈവത്തിൻ്റെ കരുതലിൽ നാം വിശ്വസിക്കുക. അപ്രകാരം ദൈവത്തിൻ്റെ പദ്ധതികൾ നമ്മുടെ ജീവിതത്തിൽ ആവിഷ്കരിക്കപ്പെടുവാൻ നമുക്ക് നമ്മെ തന്നെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവേ, അവിടുത്തെ ജ്ഞാനത്തിൽ ജീവിപ്പാൻ ഞങ്ങളെ ഏവരെയും ഇടയാക്കണമേ. അതിലുപരിയായി ദൈവഭയത്തോടെ ജീവിപ്പാനും രഹസ്യവും പരസ്യവുമായ ഞങ്ങളുടെ ജീവിതത്തിൽ വിശുദ്ധി പാലിക്കുവാനും ഞങ്ങളെ സഹായിക്കണമേ. കർത്താവേ, ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങളുടെ ആഗ്രഹമല്ല, അവിടുത്തെ പദ്ധതി നിറവേറുവാൻ ഞങ്ങളുടെ ജീവിതങ്ങളെ അവിടുന്ന് എടുത്തുപയോഗിക്കണമെന്ന് യേശുവിൻ നാമത്തിൽ അപേക്ഷിക്കുന്നു. കേൾക്കണമേ. ആമേൻ.